ബീഹാർ ഗവർണറായി നിയോഗിക്കപ്പെട്ട ആരിഫ് മുഹമ്മദ് ഖാൻ ഇന്ന് കേരളം വിടും. ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ നിര്യാണവുമായി ബന്ധപ്പെട്ട് ദുഃഖാചരണം നിലനിൽക്കുന്നതിനാൽ സംസ്ഥാന സർക്കാർ യാത്രയയപ്പ് നൽകില്ല. വിവരങ്ങളുമായി ഗോകുൽ ചേരുന്നുണ്ട്. ഗോകുൽ, ഇന്ന് ആരിഫ് മുഹമ്മദ് ഖാൻ കേരളം വിടുകയാണ്. മൻമോഹൻ സിംഗിന്റെ നിര്യാണവുമായി ബന്ധപ്പെട്ടാണ് ഈ ഒരു യാത്രയയപ്പ് സർക്കാർ നൽകാത്തതെന്നാണ് വിവരം. എന്താണ് കൂടുതൽ വിശദാംശങ്ങൾ? ഗോകുൽ, ഈ ദുഃഖാചരണവുമായി ബന്ധപ്പെട്ടാണ് ഒരു ഔദ്യോഗിക യാത്രയയപ്പില്ലാത്തത്. ഇന്ന് ഗവർണർ കേരളം വിടുകയാണ്. എന്താണ് വിശദാംശങ്ങൾ? ജയലക്ഷ്മി, ഗവർണർ ഇന്ന് കേരളം വിടുകയാണ്. കഴിഞ്ഞ 5 വർഷം വലിയ സംഭവബഹുലമായ കേരള രാഷ്ട്രീയത്തെ തന്നെ പിടിച്ച് കുലുക്കുന്ന തരത്തിൽ ഇടപെട്ട ഏക ഗവർണറായിരുന്നു ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന കാര്യത്തിൽ സംശയമില്ല. അത്തരത്തിൽ വിദ്യാർത്ഥി സംഘടനകളുമായും പ്രതിപക്ഷ സംഘടനകളുമായും ഒക്കെ വാക്പോരും അതേപോലെ മുഖ്യമന്ത്രിയുമായി തന്നെ വാക്പോരിലേക്കൊക്കെ പോയിട്ടുള്ള ഒരു ഗവർണർ കൂടിയാണ് എന്നുള്ളതാണ്. എന്തായാലും ഇന്ന് ഗവർണർ തിരികെ ബീഹാറിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. 12 മണിയോടുകൂടി തന്നെ തിരുവനന്തപുരം വിടും എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. രാജ്ഭവനിൽ ഔദ്യോഗിക പ്രതികരണവും ഇതുതന്നെയാണെന്നുള്ളതാണ്. എന്തായാലും ഇന്നലെ ചീഫ് സെക്രട്ടറിയും അഡീഷണൽ ചീഫ് സെക്രട്ടറി അടക്കമുള്ള സംഘം ഗവർണറെ രാജ്ഭവനിലെത്തി കണ്ടിരുന്നു. ഉപഹാരവും സമർപ്പിച്ചിരുന്നു. സർക്കാരിൻ്റെ ഭാഗത്തു നിന്നാണ് ചീഫ് സെക്രട്ടറി അടക്കമുള്ള ഉദ്യോഗസ്ഥർ എത്തിയിട്ടുമുള്ളത്. എന്തായാലും ഇത്തരത്തിൽ ഒരു ഔദ്യോഗികമായി ഒരു യാത്രയയപ്പ് ചടങ്ങ് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. മറ്റ് മുൻ വർഷങ്ങളിലെ അപേക്ഷിച്ച് മുൻപ് ഗവർണർമാർ പോകുമ്പോൾ ഗവൺമെൻറ് തന്നെ ഇടപെട്ടുകൊണ്ട് അത്തരത്തിൽ ഒരു സൽക്കാരമൊക്കെ നടത്തിക്കൊണ്ടാണ് യാത്രയയപ്പ് നടത്താറുള്ളത്. പക്ഷേ ഇത്തവണ അതിലേക്ക് വരുമ്പോൾ ഇത്തരത്തിലൊരു ഔദ്യോഗികമായ ദുഃഖാചരണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഒഴിവാക്കുന്നതെന്ന് പറയുമ്പോഴും അങ്ങനെ ഒരു യാത്രയയപ്പ് ഉണ്ടാകേണ്ടതുണ്ടായിരുന്നു. പക്ഷേ ഇത്തവണ ഇവിടെ അത് ഉണ്ടായിട്ടില്ല. അത് ഗവർണറുമായി മുഖ്യമന്ത്രി അടക്കമുള്ള അല്ലെങ്കിൽ ഇടത് സംഘടനകൾക്കും ഇടത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും ഉള്ള വലിയ വാക്പോരും കാര്യങ്ങളും തുടർന്നിട്ടുള്ള ആ ഒരു രാഷ്ട്രീയ വിയോജിപ്പ് തന്നെയാണ് ഇത്തരത്തിൽ ഒരു യാത്രയയപ്പ് നൽകാത്തത് തുടങ്ങിയ കാര്യങ്ങളിലേക്ക് കൂടെ കാര്യങ്ങൾ എത്തുന്നുണ്ട് എന്നുള്ളതാണ്. എന്തായാലും ഇന്ന് 12 മണിയോടുകൂടി തന്നെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ തിരുവനന്തപുരം വിടും എന്നുള്ളതാണ്. ശരി ഗോകുൽ.